നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുവാൻ വേണ്ടി ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതെ, ഇന്ന് നമ്മൾ വായന ചെയ്യാൻ പോകുന്ന തലക്കെട്ട് ഇതാണ്. അപ്പൊ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് വളരെയധികം ആഘോഷിക്കുവാനും, അതിപ്പോ വിവാഹ ആഘോഷങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ബർത്ത്ഡേ ജന്മദിന ആഘോഷങ്ങളായിക്കോട്ടെ, കൂട്ടുകാരുമൊത്തുള്ള ആഘോഷങ്ങളായിക്കോട്ടെ, നിങ്ങളുമായിട്ടുള്ള ഒരു സാഹചര്യം ആയിക്കോട്ടെ, എന്താണെങ്കിലും വളരെയധികം ജീവിതത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പേഴ്സന്റെ ഒരു ഒരു മനോഭാവം അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന ഒരാഗ്രഹം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. ജീവിതമായി തന്നെ നല്ല പോസിറ്റീവായി തന്നെ എടുത്തുകൊണ്ട് പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഇപ്പോ എത്രത്തോളം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാലും, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അകൽച്ചകളൊക്കെ ഉണ്ടായാൽ പോലും അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലും ഈ വ്യക്തി നിങ്ങളുമായിട്ട് അകന്നു പോകാനുള്ള തയ്യാറെടുപ്പുകളോ, അല്ലെങ്കിൽ നിങ്ങളുമായി അകന്നു പോകാൻ വേണ്ടിയിട്ട് ചിന്തിക്കുകയോ, അതിനു വേണ്ടിയിട്ട് ആലോചിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്രമാത്രം അടുക്കുവാൻ സാധിക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ അടുത്തു നിൽക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെ കാലചക്രം ഇവിടെ നല്ല രീതിയിൽ തന്നെ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നു. അതായത് നല്ലൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു കാലചക്രം അനുകൂലമാവുന്നത് കൊണ്ട് തന്നെ ചോദിക്കുന്നതും മനസ്സിൽ വിചാരിക്കുന്നതും യാഥാർത്ഥ്യമായി കിട്ടും, അല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ട് കിട്ടും എന്നുള്ള ഒരു മനോഭാവമാണ് ഈ പേഴ്സണ് ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തെ വളരെയധികം ഈ വ്യക്തി പ്രാർത്ഥിക്കുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പരിശ്രമങ്ങളെല്ലാം തന്നെ വിജയിക്കുവാനും അതിന് തക്കതായിട്ടുള്ള റിസൾട്ട് ലഭിക്കുവാനും വേണ്ടിയിട്ട് ദൈവത്തെ വളരെയധികം പ്രീതിപ്പെടുത്തുന്നതായിട്ടും, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഈ വ്യക്തി ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിശ്വാസത്തിലാണോ പോകുന്നത്, അതിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു മുന്നോട്ട് പോകാനും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും ഒക്കെയും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നും, അതുപോലെ ഇതൊരു പക്ഷേ ഒരു ജ്യോതിഷപരമായിട്ടൊക്കെ ഈ വ്യക്തി നോക്കിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം. കാരണം ഈ ഒരു കണക്ഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, അതേ വേവ് ലെങ്ത്തിൽ തന്നെ, അതേ മനോഭാവത്തിൽ തന്നെ ഈ പേഴ്സണും ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ പലതരത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതായിട്ടും, കൂട്ടുകാരും ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി എൻജോയ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതായി നമുക്കിവിടെ കാണാം. ഈ വ്യക്തിയുടെ വീട്ടിലേക്കോ, അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ അടുത്തേക്ക് നിങ്ങളെയും ക്ഷണിക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. നിങ്ങളെയും കൂടി അവരുടെ അടുത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് സഹകരിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് ഈ പേഴ്സന്റെ കുറെ നാളത്തെ സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും തയ്യാറെടുപ്പുകൾ നടത്തുവാനും അതുപോലെ പരിശ്രമങ്ങൾ ചെയ്യുവാനും ഈ വ്യക്തി തയ്യാറാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് ഒന്നിച്ചുള്ളൊരു കുടുംബമാണ്. അതൊരു കൂട്ടുകുടുംബത്തിലായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലായിരിക്കാം വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒത്ത് വളരെയധികം ആഘോഷത്തോടു കൂടി എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പരിചരിച്ചും ഒക്കെ ജീവിക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ, അതായത് ഈ വ്യക്തിയുടെ വീട്ടുകാരുമായിട്ടും നിങ്ങളെയും കൂടി കൂട്ടിച്ചേർക്കുവാൻ ഈ പേഴ്സൺ പലതരത്തിലുള്ള പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് നിങ്ങളോട് താല്പര്യമില്ലായിരിക്കാം, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മിറ്റ്മെന്റിനോട് അവർക്ക് അത്രയും ഒരു യോജിപ്പ് ഇല്ലായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റുവാനും വേണ്ടിയിട്ടും, അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ കടാക്ഷം ലഭിക്കുവാൻ വേണ്ടിയിട്ടും ഒക്കെയും ഈ പേഴ്സൺ പലതരത്തിലും പല വഴികളിലൂടെയും
പരിശ്രമങ്ങൾ നടത്തുന്നതായി നമുക്കിവിടെ കാണാം. ഇവിടെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ഒരുമിച്ചുള്ള ഒരു കുടുംബ ജീവിതം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബമായി ജീവിക്കുക എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഏറെ കാലത്തെ ആഗ്രഹം തന്നെയാണ്. ഒറ്റപ്പെട്ട് ജീവിക്കുക, ഒറ്റയ്ക്ക് ജീവിക്കുക, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുക, അതായത് സ്വന്തമായി തന്നെ ഒരു കുടുംബമൊന്നുമില്ലാതെ തോന്നിയതുപോലെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക, ആ ഒരു കാര്യത്തോട് ഈ വ്യക്തിക്ക് താല്പര്യമില്ല. വളരെയധികം ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഒരു ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥനായിട്ട് ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സൺ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും മൂല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ പേഴ്സൺ. ഇപ്പൊ നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളായിട്ടുള്ള ഏതൊരു പ്രശ്നം ഈ വ്യക്തിയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു വിള്ളലുകൾ സൃഷ്ടിക്കും. കുറച്ചു നേരത്തേക്കുള്ള ഒരു വഴക്കാണെങ്കിൽ പോലും ഈ വ്യക്തി ഒരുപാട് അങ്ങോട്ട് കടന്ന് ചിന്തിച്ച് കയറുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കാരണം ഈ വ്യക്തിക്ക് നിർബന്ധമുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം യാതൊരു തരത്തിലും തകർന്നു പോകരുത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതൊരു ബന്ധത്തെയും വളരെയധികം പരിശുദ്ധതയോടുകൂടിയും പവിത്രതയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും പരിശ്രമിക്കുന്നത്. കാരണം അത് ഈ വ്യക്തിയുടെയും കൂടി ആവശ്യമായിട്ട് നമുക്കിവിടെ കാണാം. അത് മാത്രമല്ല, ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിക്കേണ്ടതായിട്ടും നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നു. അതായത് ഏറ്റവും കൂടുതൽ എതിർപ്പുകളുള്ള ഒരു ബന്ധം കൂടിയായിട്ടാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അപ്പൊ ശത്രുക്കൾ അല്ലെങ്കിൽ കൂടുതൽ എതിർപ്പുകൾ വരുന്നത് കൂടുതലും ശത്രുക്കളിൽ നിന്നാണ്. അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിന്റെ ആഴത്തിനെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചോ ഈ വ്യക്തിയുടെ മാനസിക അവസ്ഥയെക്കുറിച്ചോ ഒന്നും തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ വീട്ടുകാർ വേറെ ആരെങ്കിലും കാണിച്ച് കൊടുത്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നോക്കി വെച്ചിട്ടുണ്ടാകാം. ഈ വ്യക്തിയും അവരുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കാനായിരിക്കാം മറ്റുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ വേറെ ബന്ധങ്ങളിലേക്കും ഇഷ്ടങ്ങളിലേക്കും തള്ളിവിടുവാൻ ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ പോകാതെ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം അത്രയും പ്രാധാന്യമാണ് എന്ന് ഈ പേഴ്സൺ രുചിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരുവാൻ വേണ്ടി ഈ വ്യക്തി വളരെയധികം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അധികം തീക്ഷണമായ ഒരു കാര്യമാണ്. അതൊരു നഗ്ന സത്യമാണ്. ഇപ്പോൾ വിദേശവാസമാണ്, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും സ്ഥലത്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം ഈ വ്യക്തി. അത് തീർത്തും നിങ്ങളുമായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് വരണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ മറ്റാരും സ്വന്തമാക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു വാശിയും അല്ലെങ്കിൽ ആ ഒരു പേടിയും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ട് വരണം എന്നുള്ള ആ ഒരു അമിതമായിട്ടുള്ള തീക്ഷണതയാണ് ഒരു തീ പോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെയധികം ഫീലിങ്സും അതുപോലെ വളരെയധികം വികാരങ്ങളോട് കൂടി ഈ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളായിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കേവലം സാധാരണ രീതിയിലുള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ കുറച്ചു നേരത്തേക്കുള്ള ഒരു ആകർഷണമോ മാത്രമല്ല, അത് ജീവിതകാലം മുഴുവനും കൈകോർത്ത് പിടിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ അതുപോലൊരു മനോഭാവം ആണ്, ഡെഡിക്കേഷൻ ആണ്, സമർപ്പണ ബോധമാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. ഇനി ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ വായിച്ച് നമുക്കിത് നിർത്താം. നമ്മുടെ കല്യാണം ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. അതെ, എല്ലാവരും എന്നെ നിന്നിൽ നിന്നും അകറ്റി എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. നിന്റെ സ്നേഹം അനുഭവിക്കാൻ അർഹതയുള്ള വ്യക്തിയാണോ ഞാൻ? നീ എന്നെ വിട്ടു പോകരുത് പ്ലീസ്. അതെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട പ്രണയ സന്ദേശങ്ങളാണ് ഈ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരെണ്ണം കൂടിയുണ്ട്, വിട്ടുപോയി നിന്നിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ താങ്കളിലേക്ക് വരാൻ, നിങ്ങളിലേക്ക് വരാൻ തീർച്ചയായിട്ടും ഈ പേഴ്സൺ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.